everyone, welcome to XandY Learning. CM Kids Scholarship 2026-ന്റെ ഭാഗമായിട്ട് നമ്മൾ എക്സാമിന് വേണ്ട ഇംഗ്ലീഷിലെ കുറച്ച് ഗ്രാമേഴ്സ് ആണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4 പാർട്സ് ഓഫ് സ്പീച്ച് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് നോക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് സീ 5ാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് ഏതാണെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നൗൺ പഠിച്ചു, പ്രോനൗൺ പഠിച്ചു, വേർബ് പഠിച്ചു, ആഡ്വേർബ് പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നമ്മുടെ 5th പാർട്സ് ഓഫ് സ്പീച്ച് ആയിട്ടുള്ള അഡ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ എന്താണ് മക്കളെ അഡ്ജക്റ്റീവ്സ്? Words that are used to describe or provide more information about the noun or the subject in a sentence. അപ്പോൾ നമ്മൾ പറഞ്ഞു നൗണിൻ്റെ പേര് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? പ്രോനൗൺ എന്ന് പറയുന്നത്. ഇനി അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കിനെയാണ് എന്ത് പറയുന്നത്? അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ദ പ്ലേസ് വി വിസിറ്റഡ് യെസ്റ്റർഡേ വാസ് സെറീൻ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ എക്സാമ്പിളിലുള്ള നൗൺ ഏതാണെന്ന് പറഞ്ഞേ? ദ പ്ലേസ് എന്ന് പറയുന്നതാണ് നമ്മുടെ നൗണ്. അപ്പോൾ ഈ ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള അഡ്ജക്റ്റീവ് ആണ് ഇവിടെ സെറീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ വിസിറ്റ് ചെയ്ത സ്ഥലം വളരെ ബ്യൂട്ടിഫുൾ ആണ് അല്ലെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്ന് പറയുന്നതാണ് എന്ത്? ഇവിടെയുള്ള അഡ്ജക്റ്റീവ്. ഇനി അടുത്ത എക്സാമ്പിൾ, ഡിഡ് യു സീ ഹൗ ബിഗ് ദാറ്റ് ഡോഗ് വാസ്? അപ്പോൾ ഇവിടെയുള്ള നൗൺ ഏതാണ്? ഡോഗ് ആണ് കേട്ടോ. അപ്പോൾ ഡോഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡോഗിനെ കാണുന്ന സമയത്ത് നമ്മൾ പറയുകയാണ് എന്ത്? ഡിഡ് യു സീ ഹൗ ബിഗ് ദാറ്റ് ഡോഗ് വാസ്? അപ്പോൾ ഈ ഡോഗിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള അഡ്ജക്റ്റീവ് ആണ് ബിഗ്. ആ ഡോഗ് എങ്ങനെയാണ്? വലിയൊരു ഡോഗാണ് എന്നാണ് പറയുന്നത്. ഇനി തേർഡ് സെന്റൻസ്, ദ വെദർ ഈസ് പ്ലെസന്റ് ടുഡേ. അപ്പോൾ ഇവിടെയുള്ള നൗൺ ഏതാണ്? യെസ്, വെദർ ആണ് നമ്മുടെ നൗണ്. ഇനി ഈ വെദറിനെ നമ്മൾ വിശേഷിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് പ്ലെസന്റ് ടുഡേ, വളരെ നല്ലതാണ്, നല്ല കാം ആൻഡ് ക്വയറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെദർ ആണ് ഇന്നെന്നാണ്. അപ്പോൾ പ്ലെസന്റ് ആണ് ഇവിടെ നമ്മുടെ എന്ത്? നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള അഡ്ജക്റ്റീവ്. ഇനി നമ്മുടെ ഫോർത്ത് സെന്റൻസ് എന്താണ്? ദ റെഡ് ഡ്രസ് യു വോർ ഓൺ യുവർ ബർത്ത്ഡേ വാസ് ലവ്ലി. അപ്പോൾ ബർത്ത്ഡേക്ക് ഇട്ട ഒരു വസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ നൗണ് ഡ്രസ്സാണ്. ഇനി ആ ഡ്രസ്സിനെ എങ്ങനെയാ വിശേഷിപ്പിച്ചത്? അതിന്റെ കളർ പറഞ്ഞിട്ടുണ്ടല്ലേ, ദ റെഡ് ഡ്രസ്. അപ്പൊ ഇവിടെയുള്ള അഡ്ജക്റ്റീവ് എന്താണ്? റെഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ അഡ്ജക്റ്റീവ്. ഇനി ലാസ്റ്റ് എക്സാമ്പിൾ, മൈ ബ്രദർ ഹാഡ് ഓൺലി 1 ചപ്പാത്തി ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എൻ്റെ ബ്രദർ എന്താ കഴിച്ചത്? ചപ്പാത്തിയാണ് കഴിച്ചത്. ഓക്കെ, ഇനി ചപ്പാത്തി എങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് മക്കളെ? 1, ആകെ 1 മാത്രമേ കഴിച്ചുള്ളൂ. ചപ്പാത്തി കഴിച്ചു എന്ന് പറഞ്ഞതിന് പകരം എന്ത് പറഞ്ഞു? ഒരു ചപ്പാത്തി മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ അഡ്ജക്റ്റീവ്സ് ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത പാർട്സ് ഓഫ് സ്പീച്ച് നോക്കാം. വളരെ ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ഓഫ് സ്പീച്ച് ആണ് പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പ്രപ്പോസിഷൻസിന് എന്ത് ചെയ്യാം? പരിചയപ്പെടാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത് എന്താണ്? വേർഡ്സ് ദാറ്റ് ആർ യൂസ് ടു ലിങ്ക് വൺ പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ടു അനദർ. അങ്ങനെ പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു സെൻറ്റൻസിൻ്റെ ഒരു ഭാഗത്തിനെ മറ്റൊരു ഭാഗവുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളെയാണ് എന്ത് പറയുന്നത്? പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ലിങ്കിങ് വേർഡ്സ് ആണ് എന്ത്? പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഇനി പ്രപ്പോസിഷൻസിന്റെ ഫങ്ഷൻ എന്താണെന്നാ പറയുന്നത്? പ്രപ്പോസിഷൻസ് ഷോ ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഓർ സബ്ജക്റ്റ് ഇൻ എ സെന്റൻസ്. നമ്മുടെ സെന്റൻസിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെയോ പൊസിഷൻ എവിടെയാണ്, അതിൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് കാണിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രപ്പോസിഷൻസ് മാത്രം കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ, the teacher asked the students to draw lines on the paper so that they could write in straight lines. അപ്പോൾ ഇവിടെയുള്ള പ്രപ്പോസിഷൻസ് ഏതൊക്കെയാണ്? ടീച്ചർ എന്താ ചെയ്തേ? ടീച്ചർ കുട്ടികളുടെ അടുത്ത്
വരകൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് പറയാണ്, ലൈൻസ് ഡ്രോ ചെയ്യാൻ പറഞ്ഞു. എവിടെയാ വരയ്ക്കാൻ പറഞ്ഞത്? പേപ്പറിൽ. അപ്പോൾ എവിടെ വരയ്ക്കാൻ പറഞ്ഞു എന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഏത് പ്രപ്പോസിഷൻ യൂസ് ചെയ്തു? ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്തു. അതുപോലെ തന്നെ സോ ദാറ്റ് ദേ കുഡ് റൈറ്റ് ഇൻ സ്ട്രൈറ്റ് ലൈൻസ്. എങ്ങനെ വരയ്ക്കണം? പേപ്പറിൽ വരച്ച അവർക്ക് എങ്ങനെ വരയ്ക്കാം? സ്ട്രൈറ്റ് ആയിട്ട്, വളവുകളൊന്നും ഇല്ലാണ്ട് നേരെ വരയ്ക്കാം. അപ്പൊ ഇവിടെ എന്താണ്? ഇൻ എന്ന് പറയുന്നതും ഒരു പ്രപ്പോസിഷൻ ആണ്. ഇനി അടുത്ത എക്സാമ്പിൾ, ദ ചൈൽഡ് ഹിഡ് ഹിസ് ബർത്ത്ഡേ പ്രസൻസ് അണ്ടർ ഹിസ് ബെഡ്. അപ്പൊ ഇവിടെ ഉള്ളത് എന്താണ്? കുട്ടി അവന്റെ ബർത്ത്ഡേ പ്രസൻസ് എടുത്തു വെക്കുകയാണ്, ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. എവിടെയാ വെച്ചിട്ടുള്ളത്? ബെഡിന്റെ താഴെ. അപ്പൊ ഇവിടെയുള്ള പ്രപ്പോസിഷൻ ഏതാണ്? അണ്ടർ എന്ന് പറയുന്നതാണ് ഇവിടെയുള്ള പ്രപ്പോസിഷൻ. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ, മോം ആസ്ക് മീ ടു ഗോ ടു ദ സ്റ്റോർ നിയർ മൈ സ്കൂൾ. അമ്മ എൻ്റെ അടുത്ത് എന്ത് പറഞ്ഞു? നീ കടയിൽ പോയിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പൊ എവിടെയാണ് കട? നിയർ മൈ സ്കൂൾ, എൻ്റെ സ്കൂളിന്റെ അടുത്ത്. അപ്പൊ നമ്മുടെ സ്റ്റോറിന്റെ സ്ഥാനം പറയുന്ന, പ്ലേസ് എവിടെയാണെന്ന് പറയുന്ന, പൊസിഷൻ എവിടെയാണെന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിയർ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രപ്പോസിഷൻ. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് എക്സാമ്പിൾ ഒന്ന് വായിച്ചിട്ട് പ്രപ്പോസിഷൻ ഏതാണെന്നൊന്ന് കമന്റ് ചെയ്തേ വേഗം. The thieves jumped over the wall and escaped before we could reach home. കള്ളന്മാര് മതിൽ ചാടുകയാണ്. അപ്പൊ എങ്ങനെയാ ചാടിയത്? ഓവർ ദ വാൾ. അപ്പൊ ഇവിടെയുള്ള പ്രപ്പോസിഷൻ ഏതാണ്? ഓവർ എന്ന് പറയുന്നതാണ്. പ്രപ്പോസിഷൻസ് ഓക്കെ ആണോ മക്കൾക്ക്? ഇപ്പം ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് സ്കൂളിലെ എക്സാമിനും സ്കോളർഷിപ്പ് എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത പാർട്സ് ഓഫ് സ്പീച്ച് ആണ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. കൺജങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ദേ യൂസ് ടു കണക്ട് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ സെൻറ്റൻസ്, ഫ്രേസസ് ആൻഡ് ക്ലോസ്. അപ്പോൾ നമ്മുടെ സെൻറ്റൻസിൻ്റെ രണ്ട് ഭാഗങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഫ്രേസുകളെ, രണ്ട് ക്ലോസുകളെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. കൺജങ്ഷൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ആൻഡ്, or, for, yet, although, because, not only എന്നൊക്കെ പറയുന്നത്. ഓക്കെ, പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ സബ്ജക്റ്റിൻ്റെയോ നൗണിൻ്റെയോ പൊസിഷൻ എവിടെയാണെന്ന് കാണിക്കുന്ന കണക്റ്റിംഗ് വേർഡ്സ് ആണ്. കൺജങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്റൻസിൻ്റെ രണ്ട് പാർട്ടിനെ അല്ലെങ്കിൽ രണ്ട് ഫ്രേസുകളെ, രണ്ട് ക്ലോസുകളെയൊക്കെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂട്ടിയിട്ട് ഒറ്റ സെൻറ്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. അപ്പോൾ കൺജങ്ഷൻസിന് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ, മീര ആൻഡ് ജാസ്മിൻ ഹാഡ് കം ടു മൈ ബർത്ത്ഡേ പാർട്ടി. അപ്പൊ ഇവിടെ മീരയും ജാസ്മിനും എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നു എന്നാ പറയുന്നത്. ഈ സെന്റൻസിനെ നമുക്ക് ശരിക്കും എങ്ങനെ പറയാം? മീര കെയിം ടു മൈ ബർത്ത്ഡേ പാർട്ടി, ജാസ്മിൻ കെയിം ടു മൈ ബർത്ത്ഡേ പാർട്ടി അല്ലേ? മീര എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നു, ജാസ്മിൻ എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നു എന്നുള്ള രണ്ട് സെന്റൻസുകളെ നമ്മൾ എന്ത് ചെയ്തു? ആൻഡ് ആഡ് ചെയ്തിട്ട് ഒറ്റ സെന്റൻസ് ആക്കിയിട്ട് മാറ്റി. അപ്പൊ അതാണ് മീര ആൻഡ് ജാസ്മിൻ ഹാഡ് കം ടു മൈ ബർത്ത്ഡേ പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയുള്ള കൺജങ്ഷൻ ഏതാണ്? ആൻഡ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഈ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ. ജെയിൻ ഡിഡ് നോട്ട് ഗോ ടു വർക്ക് ആസ് ഷീ വാസ് സിക്ക്. അപ്പൊ ഇവിടെ രണ്ട് സെന്റൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ഇവിടെ ഉള്ള സെന്റൻസ്? ജെയിൻ ഡിഡ് നോട്ട് ഗോ ടു വർക്ക്, ഷീ വാസ് സിക്ക്. ഈ രണ്ട് സെന്റൻസുകൾ അല്ലെങ്കിൽ ഈ രണ്ട് ഫ്രേസുകളെ കൂട്ടിച്ചേർത്തിട്ട് ആസ് എന്ന് പറയുന്ന കൺജക്ഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? വയ്യാത്തത് കൊണ്ട് ജെയിൻ വർക്കിന് പോയില്ല എന്ന ഒറ്റ സെന്റൻസ് ആക്കിയിട്ട് മാറ്റി. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. അൺലെസ് യു വർക്ക് ഹാർഡ് യു കനോട്ട് സ്കോർ ഗുഡ് മാർക്സ്. അപ്പൊ ഇവിടെയുള്ള രണ്ട് സെന്റൻസുകൾ യു കനോട്ട് സ്കോർ ഗുഡ് മാർക്സ്, യു ഷുഡ് വർക്ക് ഹാർഡ് എന്നുള്ള രണ്ട് സെന്റൻസുകളെ അൺലെസ് എന്ന് പറയുന്ന ഒരു കൺജങ്ഷൻ ഉപയോഗിച്ചിട്ട് ഒറ്റ സെന്റൻസ് ആക്കിയിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ? അൺലെസ് യു വർക്ക് ഹാർഡ്, നീ നന്നായിട്ട് പണിയെടുക്കുന്നത് വരെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? യു കനോട്ട് സ്കോർ ഗുഡ് മാർക്സ്, നിനക്ക് നല്ല മാർക്സ് ഒന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി നാലാമത്തെ എക്സാമ്പിൾ, ഐ ഹാവ് നോട്ട് ഫിനിഷ്ഡ് മൈ പ്രൊജക്ട് യെറ്റ് ഐ വെന്റ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പൊ ഇവിടെയുള്ള രണ്ട് സെന്റൻസുകൾ ഏതൊക്കെയാണ്? I have not finished my project.
ഐ വെന്റ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് അല്ലേ? അപ്പോൾ ഈ രണ്ട് സെന്റൻസുകളെ നമ്മൾ യെറ്റ് എന്ന് പറയുന്ന കൺജക്ഷൻ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഒരുമിച്ച് ചേർത്തിട്ട് ഒറ്റ സെന്റൻസ് ആക്കിയത്. ഓക്കെ ആണല്ലോ കൺജങ്ഷൻസ്. ഇനി നമ്മുടെ എട്ടാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച്, അവസാനത്തെ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് നമ്മൾ നോക്കുന്നത്. ഇന്റർജെക്ഷൻസ് എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ ഓൾറെഡി 7 പാർട്സ് ഓഫ് സ്പീച്ച് പഠിച്ചു. ഇനി നമ്മുടെ 8th വൺ ആണ് ഇന്റർജെക്ഷൻസ്. അപ്പൊ എന്താണ് ഇന്റർജെക്ഷൻസ്? വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു കൺവേ സ്ട്രോങ് ഇമോഷൻസ് ഓർ ഫീലിങ്സ്. അപ്പോൾ നമ്മൾ എഴുതുന്ന സെന്റൻസിൽ നമ്മൾ നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ് ഒക്കെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകൾ ഉണ്ടല്ലോ, അവയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർജെക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർജെക്ഷൻസിന്റെ കുറച്ച് എക്സാമ്പിൾ ആണ് എന്ത്? ഓ, വാവ്, അലാസ്, യിപ്പി എന്നൊക്കെ പറയുന്നത്. ഇനി ഈ ഇന്റർജെക്ഷൻസ് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ദേ ആർ ഓൾവേസ് ഫോളോഡ് ബൈ ആൻ എക്സ്ക്ലമേഷൻ മാർക്ക്. അപ്പോൾ ഇന്റർജെക്ഷൻസിന്റെ വേർഡ്സ്, അതായത് ഇപ്പോൾ വാവ്, അലാസ്, യിപ്പി അങ്ങനെയുള്ള വേർഡ്സ് എവിടെ ഉപയോഗിച്ചാലും അതിന്റെ തൊട്ടപ്പുറത്ത് എന്തുണ്ടാവും? ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്ക്ലമേഷൻ മാർക്ക്, അത്ഭുത ചിഹ്നം എന്നൊക്കെ പറയും നമ്മൾ മലയാളത്തിലൊക്കെ അല്ലേ. അപ്പോൾ ഇതാണ് ഇന്റർജെക്ഷൻസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർജെക്ഷൻസിന്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ, വാവ്, വാട്ട് എ വണ്ടർഫുൾ വർക്ക് ഓഫ് ആർട്ട്. നമ്മളൊരു ആർട്ട് വർക്ക് കണ്ടിട്ട് നമ്മൾ പറയാണ് എന്ത്? വാവ്, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഇവിടെയുള്ള ഇന്റർജെക്ഷൻ ഏതാണ്? വാവ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇന്റർജെക്ഷൻ. നമ്മുടെ രണ്ടാമത്തെ സെന്റൻസ് നോക്കിക്കേ. അലാസ്, ദാറ്റ് ഈസ് റിയലി സാഡ്. അലാസ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ കഷ്ടം എന്നൊക്കെ പറയില്ലേ, അതാട്ടോ. അപ്പൊ അലാസ് നമ്മളൊരു പിറ്റി ആയിട്ടൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ട്രാജിക് ന്യൂസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നതാണ് അലാസ്. അപ്പോൾ അലാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റർജെക്ഷൻ ആണ്. ഇനി അവസാനത്തെ എക്സാമ്പിൾ, യിപ്പി, വി വോൺ ദ മാച്ച്. യിപ്പി, ഹുറേ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അപ്പോൾ അതുപോലെയുള്ളതാണ് യിപ്പി എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഇന്റർജെക്ഷൻ ഇവിടെ. അപ്പം മക്കൾ നോക്കിക്കേ, എല്ലാ ഇന്റർജെക്ഷൻ വേർഡിനു ശേഷം എന്തുണ്ട്? ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിലെ വളരെ ബേസിക് ആയിട്ടുള്ള എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമർ പാർട്ടാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ ഫിനിഷ് ആക്കിയിട്ടുള്ളത്. നമ്മൾ 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണ് പഠിച്ചത്. ഏതൊക്കെയാണ്? നൗൺ, പ്രൊനൗൺ, വേർബ്, ആഡ്വേർബ്, അഡ്ജക്റ്റീവ്, പ്രപ്പോസിഷൻസ്, കൺജങ്ഷൻസ് ആൻഡ് ഇന്റർജെക്ഷൻസ് അല്ലേ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നോക്കണം. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മെയിൻലി നമ്മുടെ പ്രപ്പോസിഷൻസ് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ മക്കളൊന്ന് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് പ്രപ്പോസിഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കിനി വേറൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട്. ടിൽ ദെൻ ബൈ.